എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാനിപ്പൂരിയുടെ റെസിപ്പിയാണ്. ഈ പാനിപ്പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന പൂരി റെഡിലി അവൈലബിൾ ആയിട്ടുള്ള പൂരിയാണ്. നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്ന പൂരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള മറ്റ് ഫില്ലിങ്സിൻ്റെ ഇൻഗ്രീഡിയൻസ്: വേവിച്ച് വെച്ച പൊട്ടാറ്റോ, വേവിച്ച് ഉടച്ചെടുത്ത ഗ്രീൻ പീസ്, ചെറുതായി അരിഞ്ഞ സവാള, മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. ഇതിന് വേണ്ടിയിട്ട് ഉള്ള മസാല മിക്സ്: അല്പം മുളക് പൊടി, മല്ലിപ്പൊടി, ജീരകപ്പൊടി, ചാറ്റ് മസാല, ഗരം മസാല, ഇവ ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നന്നായി ഇളക്കി ഈ മസാലകളെല്ലാം എല്ലാ ഭാഗത്തും മിക്സ് ആകത്തക്ക രീതിയിൽ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് എടുക്കേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതിൻ്റെ പാനി ഞാനിവിടെ കാണിച്ചിട്ടില്ല. പാനിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ: പുതിനയില, മല്ലിയില, ഇഞ്ചി, പച്ചമുളക്, നാരങ്ങാനീര് ചേർത്ത് അരിച്ചെടുത്തിട്ടുള്ളതാണ്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ പൂരിയെല്ലാം എണ്ണയിലിട്ട് വറുത്ത് കോരാവുന്നതാണ്. നല്ലതുപോലെ എണ്ണ ചൂടായി കഴിഞ്ഞാൽ തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ തീ സിമ്മിലേക്ക് മാറ്റി വെക്കേണ്ടതാണ്. എന്നിട്ട് ഈ പൂരികളെല്ലാം നമ്മൾ വറുത്തെടുക്കുകയാണ് വേണ്ടത്. ഈസിയാണ്. അപ്പോൾ ഇത് നമുക്ക് റെഡിലി കിട്ടുന്നത് കൊണ്ട് ടൈം വേസ്റ്റ് ഇല്ല, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ആകെ മസാലയും പാനിയും ഉണ്ടാക്കുന്നതിൻ്റെ സമയം മാത്രമേ വേണ്ടി വരുന്നുള്ളൂ. ഈ പൂരി നമുക്ക് വീട്ടിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ പാനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വയ്ക്കാം. എന്നിട്ട് ഇത് വറുത്ത് പെട്ടെന്ന് തന്നെ കഴിക്കാവുന്നതാണ്. ഇതിനകത്തൊരു ബ്ലാക്ക് സോസ് പോലെയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് വേണ്ടി എടുത്തിരിക്കുന്നത് നമ്മുടെ പുളിയാണ്. വാളൻ പുളി ചെറിയ നെല്ലിക്ക വലുപ്പത്തിലെടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തത്, അതിൻ്റെ വെള്ളം പിഴിഞ്ഞെടുത്തിട്ട് അതിലേക്ക് അല്പം ശർക്കരയും ചേർത്ത് തിളപ്പിച്ച് വറ്റിച്ചതാണ്. ഒരു സോസ് പോലെ സോസിൻ്റെ അതേ ഒരു പാകത്തിൽ തയ്യാറാക്കി എടുത്തതാണ്. അപ്പോൾ നമ്മുടെ പൂരികളെല്ലാം വറുത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. പൂരികളെല്ലാം നമുക്ക് റെഡിയായിട്ടുണ്ട്. ഇവിടെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് കാണിക്കാം. നമ്മൾ ഓരോ പൂരി എടുത്തിട്ട് അതിൻ്റെ മേൽഭാഗം അല്പം പൊട്ടിച്ച് അതിലേക്ക് ഈ ഫില്ലിങ്സ് എല്ലാം ചേർക്കേണ്ടതാണ്. നമ്മൾ ആദ്യം ഇതിൻ്റെ മേൽഭാഗം പൊട്ടിക്കുക. അതിലേക്ക് നമ്മൾ ആദ്യം നമ്മുടെ വെജിറ്റബിൾ മിക്സ്, അതായത് പൊട്ടാറ്റോ മട്ടർ മിക്സ്, എന്ത് വേണേലും ചേർക്കാം. കടല ചേർക്കുന്നവരുണ്ട്, കടല ചേർക്കാം, ചെറുപയർ ചേർക്കാം പൊട്ടാറ്റോയുടെ കൂടെ. ഞാനിവിടെ ഉപയോഗിച്ചത് മട്ടറാണ്. മട്ടർ ചേർത്ത് മിക്സ് ചേർത്തു. അതിലേക്ക് ഒരല്പം നമ്മുടെ പുളിയുടെ സോസ് ചേർക്കുകയാണ്. അത് ചേർത്ത് അതിലേക്ക് പാനി ഒഴിക്കുകയാണ്. പുതിനയില, മല്ലിയില, ഇഞ്ചി, പച്ചമുളക്, നാരങ്ങാനീര് ചേർന്ന പാനിയാണിത്. അതിലേക്ക് അത് ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മണ്ടയിലേക്ക് അതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയില, അല്പം മിക്സ്ചർ ചേർത്ത് കഴിക്കാവുന്നതാണ്. നമ്മൾ ഈ പൊട്ടറ്റോ ചേർന്ന മിക്സിലേക്ക് ഒരല്പം ഈ പാനിയും കൂടി ഒഴിച്ചു കൊടുക്കുക. ആ ഒരു മിക്സിനൊരു മയം വരാനായിട്ട് നമ്മൾ ഈ ഗ്രീൻ കളറിലെ പാനി അതിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു മിക്സിനൊരു മയം വരും. ആ മിക്സിലും ആ ഒരു ഇത് ചേർന്ന് വരും. അങ്ങനെ നമ്മുടെ പാനിപ്പൂരി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി പാനി ചേർത്ത് കഴിച്ചാൽ മതി. അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈസിയാണ്. ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കാം, ഈസിയായിട്ട് കഴിക്കാം, എൻജോയ് ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.